സേലം കൊച്ചി ദേശീയപാതയിൽ മലയാളി യാത്രക്കാർക്ക് നേരെ ആക്രമണം. 3 കാറുകളിലായി എത്തിയ 15-അംഗ മുഖംമൂടി സംഘം കാർ അടിച്ചു തകർത്തു. സംഭവത്തിൽ 4 പ്രതികളെ പാലക്കാട് നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തു. വെള്ളിയാഴ്ച പുലർച്ചെ 2:30-ഓടെയാണ് ആക്രമണമുണ്ടായത്. എറണാകുളം പാട്ടുമറ്റം സ്വദേശികളായ അസ്ലം സിദ്ദിഖും ചാൾസ് റജിയും 2 സഹപ്രവർത്തകരും ബംഗളൂരുവിൽ അവരുടെ കമ്പനിയിലേക്കുള്ള കമ്പ്യൂട്ടറുകൾ വാങ്ങി മടങ്ങി വരികയായിരുന്നു. കോയമ്പത്തൂർ മധുക്കര സ്റ്റേഷൻ പരിധിയിലെ എല്ലാൻജി ബൈപ്പാസിന് സമീപമായിരുന്നു ആക്രമണം. സംഭവത്തെക്കുറിച്ച് അസ്ലമും ചാൾസും പറയുന്നത് ഇങ്ങനെ: അപ്പോൾ നമ്മുടെ വണ്ടീനെ ഓവർടേക്ക് ചെയ്യാൻ പിന്നെ ഞാൻ നോക്കുമ്പോൾ വണ്ടികളൊന്നും ബാക്കിൽ ഉണ്ടായില്ല കേട്ടോ. സമയത്ത് ശരി കഴിഞ്ഞപ്പോഴാണ് ഈ ഇന്നോവ കയറി വരുന്നു. നമ്മുടെ വണ്ടീനോട് ചേർത്ത് വന്നു. ജസ്റ്റ് ടയറിലേക്ക് ഒരു തട്ട് കിട്ടണു. അപ്പോൾ തന്നെ നമ്മൾ സൈഡിലേക്കൊന്ന് മാറി. അപ്പോൾ അവർ പിന്നോട്ട് പോയി. ഇച്ചിരി കഴിഞ്ഞപ്പോൾ പിന്നെ അവർ അതുപോലെ തന്നെ ഓവർടേക്ക് ചെയ്ത് കയറി വന്നിട്ട് നമ്മളങ്ങോട്ട് വട്ടം വെച്ചു. അപ്പോൾ എൻ്റെ മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ ഇവർ ചിലപ്പോൾ ഇനി വണ്ടി വല്ലതും തട്ടിയിട്ട് നമ്മളെ വല്ല ചൂടാവാൻ വേണ്ടി അവർ വട്ടം വെച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്തോ വള്ളിയാന്ന് മനസ്സിലായി. അവർ അപ്പോൾ തന്നെ ചില്ല് താത്തിയിട്ട് വല്ല ചീത്ത പറയുന്നത് ഞാൻ ഓർത്തേ. അതിനാണ് ഞാനും പ്രിപ്പയറായിട്ട് ഞാൻ അങ്ങനെ വണ്ടി നിർത്തിയിട്ട് ഇങ്ങനെ മിണ്ടാണ്ടിരുന്നു നോക്കാൻ എന്താന്ന് പറഞ്ഞത്. അപ്പോഴാണ് ബാക്കിൽ ഇവരുടെ കരച്ചിൽ കേൾക്കണം. 2 പേര് നമ്മുടെ പയ്യന്മാർ 6 സ്റ്റാഫ് ഉണ്ട്. അവർ 2 പേരും ഭയങ്കര കരച്ചിൽ തുടങ്ങി. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കണത് എന്താ സംഭവം എന്ന്. പിന്നെ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ബാക്കിൽ നിറച്ചും വണ്ടികൾ, വേറെ 2-3 വണ്ടികൾ പിന്നെയും കിടക്കണു ബാക്കിൽ. പിന്നെ അതിൽ നിന്ന് എല്ലാ ആളുകളും ഇറങ്ങി വന്നിട്ട് അടിയോടടി നമ്മുടെ നമ്മുടെ ഇവിടെ കിടന്ന് അടിക്കണോരാ. ശരിക്കും പറഞ്ഞാൽ മരയിച്ചു പോയി. ഞാൻ അവൻ്റെ തോളത്ത് കണ്ടിട്ട് പറഞ്ഞു, എടാ വണ്ടി എടുക്കുക എങ്ങനെയെങ്കിലും വണ്ടി എടുക്കാൻ പറയും. കൊള്ളക്കാരാണ്. വണ്ടി എടുത്താൽ ഒന്നല്ലെങ്കിൽ നമ്മുടെ ജീവൻ എന്തായാലും നഷ്ടപ്പെടും എന്ന് പറഞ്ഞു. വണ്ടി എടുക്കണമായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. നമുക്ക് വേറെ ഒന്നല്ലെങ്കിൽ ചാവും അല്ലെങ്കിൽ രക്ഷപ്പെടും. ആ ഒരു മൈൻഡായിരുന്നു. അക്രമികൾ ഉപദ്രവിച്ചെങ്കിലും യുവാക്കൾ അതിവേഗം കാർ ഓടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് ചെക്ക് പോസ്റ്റിലും മധുക്കര പോലീസ് സ്റ്റേഷനിലുമെത്തി പരാതി നൽകി. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ കാറിന്റെ ഡാഷ് ക്യാമിൽ പതിഞ്ഞതാണ് പ്രതികളെ പിടികൂടാൻ തുണയായത്. കുഴൽപ്പണവുമായി വരുന്നവരെന്ന് തെറ്റിദ്ധരിച്ചാണ് ആക്രമണമെന്നാണ് പ്രാഥമിക നിഗമനം. ആക്രമണത്തിൽ പാലക്കാട് ചിറ്റൂർ സ്വദേശികളായ ശിവദാസ്, രമേഷ് ബാബു, കുന്നത്തുപാളയം സ്വദേശി വിഷ്ണു, മല്ലപ്പള്ളി അജയ് കുമാർ എന്നിവരെ മധുക്കര പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരെ റിമാൻഡ് ചെയ്തു. ബാക്കി പ്രതികൾ ഒളിവിലാണ്. കൈരളി ന്യൂസ്, കൊച്ചി.